ഭ്രാന്തൻ. പവിഴം കുഞ്ഞിപ്പില്ലേ പൈഹാക്ക് കറിങ്ങ വലുക്കോ പൊന്നെ തക്കാളി വലുപ്പ് നോക്കി. അവിടെ 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 എങ്ങനെ ഫ്രഷാ? ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മളുടെ മന്ത് ആൻഡ് ഷോപ്പിങ്ങിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നത് ഈ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഞാൻ നാട്ടിലുള്ളപ്പോൾ എനിക്ക് ഷോപ്പിംഗ് വീഡിയോ ചെയ്യാനുള്ള നിവൃത്തിയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോകലില്ല. ഇവിടെ ആകുമ്പോഴാണ് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ കാര്യമായിട്ട് അങ്ങനെ മന്ത് ആൻഡ് ആയിട്ടൊക്കെ ഷോപ്പ് ചെയ്യാനൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ലുലുവിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു സെക്ഷൻ, അതായത് ബുക്കിൻ്റെ ഒരു സെക്ഷൻ, ഇപ്പോൾ അവർ ആദ്യമൊന്നും കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനൊരു സെക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, കയറി വരുന്ന ഭാഗത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എപ്പോൾ വന്നാലും ഒരു കളർ ബുക്ക് മസ്റ്റായിട്ടും വാങ്ങേണ്ട സ്ഥിതിയാണ്. കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കളർ ബുക്കല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരു ചെറിയൊരു കളർ ബുക്കിന് തന്നെ ₹1 കേട്ടോ. നമ്മളെ നാട്ടിലത്തെ ഒരു 100-200 രൂപയോളം ഒരു ചെറിയ കളർ ബുക്കിന് വരും. അപ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾക്ക് ആ കളർ ബുക്ക് വാങ്ങൽ നിർബന്ധമാണ് കേട്ടോ. വാങ്ങിയിട്ടില്ലേ? ഇതാ എൻ്റെ ബോട്ടിൽ വരാനുള്ള. എൻ്റെ ഷോപ്പിംഗ് വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, ഫവൽക്ക് എന്തായാലും ഈ കുട്ടികൾ ബുക്ക് വാങ്ങണ കാര്യം പറഞ്ഞോണം. ഫവൽക്ക് സ്പ്രേ സെക്ഷനിൽ എന്തായാലും വന്ന് പെർഫ്യൂമിൻ്റെ മണമൊക്കെ ചെക്ക് ചെയ്ത് ചിലപ്പോൾ വാങ്ങും ചിലപ്പോൾ വാങ്ങില്ല. എന്നാലും ഞങ്ങളുണ്ടല്ലോ ഈ നല്ല വില കൂടിയ സ്പ്രേകളുണ്ടല്ലോ, അത് ജസ്റ്റ് നമുക്ക് എന്തായാലും നമ്മൾ വാങ്ങില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് സ്പ്രേ അടിച്ചിട്ട് ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. എന്നാലും നമ്മൾ മേലൊക്കെ അടിച്ചിട്ട് നല്ല നല്ല മണമല്ല, നമുക്ക് എന്തായാലും വാങ്ങാനും പറ്റത്തില്ല. എന്നാലും നമുക്കത് അടിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് മേലൊക്കെ അടിക്കട്ടോ. പിന്നെ ഈ ഒരു സോപ്പ് ഉണ്ടല്ലോ, ഇത് ഞാൻ പ്രത്യേകം പറയണമെന്ന് വെച്ചാൽ ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. റൈസ് മിൽക്ക് സോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ വർഷം തൊട്ട് ഇവിടെ വന്നു തുടങ്ങിയതാണ് കേട്ടോ. ഇവിടെ ലുലുലും നെസ്റ്റോലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നല്ല സോപ്പാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്. മീൻസ് നമുക്കറിയാമല്ലോ നമ്മളെ സൗന്ദര്യത്തിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ റൈസ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ കാണാം, ഈ റൈസിൻ്റെ ഫേസ് മാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കേട്ടോ ഈ സോപ്പ് ബെസ്റ്റാണ്. യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആവണ പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ പൈസ ഒന്നുമില്ല കേട്ടോ, 375 പൈസ കണ്ടുള്ള ഒരെണ്ണത്തിന്. അപ്പോൾ ഞങ്ങളെപ്പോഴും വാങ്ങും. പിന്നെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തീരും കേട്ടോ. അപ്പം അത് കാരണം വേഗം വാങ്ങേണ്ടി വരും. ഒരു പാട്ട് പാടിയേ. ഞാൻ എപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറക്കും. നമ്മൾ ബില്ലിടുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറക്കും. പിന്നെ സൊറുക്ക നമുക്ക് എപ്പോഴും ആവശ്യമാണ്, എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമുള്ള സൊറുക്ക. അപ്പോൾ അതുകൊണ്ട് സൊറുക്ക മറന്നിട്ടില്ല ബില്ലിടാനായിട്ട്. പവിഴം ബ്രാഹ്മിൻസ് പെട്ടവർ ഏതായാലും കുഴപ്പമില്ല, പടിമട്ടായാൽ മതി. പവിഴം നമ്മൾ വാങ്ങാറില്ലേ? കതിറുണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് എടുക്ക്. ലുലുവിൽ ഇപ്പോൾ ഉപ്പിൻ്റെ സെക്ഷനൊക്കെ ഇപ്പുറത്തോട്ട് മാറ്റിയിട്ട് നമ്മൾ ആ ഫിഷിൻ്റെ ഒക്കെ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഉപ്പൊക്കെ ഇരിക്കുന്നത്. പണ്ട് അപ്പുറത്തെ സൈഡിലായി നമ്മൾ വിനാഗിരി ഒക്കെ ആ ഭാഗത്തായിട്ട് നമുക്ക് ഉപ്പൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. കുഞ്ഞുപ്പല്ലേ പയ്യാക്ക് കറിയിലിടാം കേട്ടോ. പയ്യാക്ക് കിച്ചണിൽ കളിക്കുമ്പോഴേ കറിയിലിട്ടാൽ മതി. മിക്കി മൗസിൻ്റെ പല്ലു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകളിൽ ഒരു ഫ്രൂട്ടാട്ടോ ഈ ചെറി എന്ന് പറഞ്ഞത്. ഇവിടെ വരുമ്പോഴല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഭയങ്കര റേറ്റ്, പണ്ടത്തെ പോലെ അല്ലേ. ഫ്രൂട്ട്സിനൊക്കെ ഇപ്പോൾ വീണ്ടും ഇവിടെ വില കൂടിയിരിക്കണം കേട്ടോ. ഇതിന് ഈ ഒരു ബോക്സിന് തന്നെ ₹3 വരുന്നുണ്ട്. അത് കാരണം വാങ്ങിയില്ല കേട്ടോ. തക്കാളി ഇങ്ങനെ തക്കാളി പൊന്നെ തക്കാളി വലിപ്പം നോക്കി. തക്കാളി മതി ഒരു കറി. 1 കിലോ ഉണ്ടാവും ഒരു തക്കാളി. അവിടെ
റെഡി? ഭയങ്കര വലിയ പാക്കറ്റ്. ഈ വെജിറ്റബിൾസ് അധികം അങ്ങോട്ട് വാങ്ങി സൂക്ഷിക്കാറില്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യമുള്ള പാലക്കാട് അപ്പം പറയുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാറാണ് പതിവ്. ഈ ക്യാരറ്റ് കുറച്ചധികം വാങ്ങാറുണ്ട്. ക്യാരറ്റ് അങ്ങനെ പെട്ടെന്ന് നാശാലോ കേട്ടോ കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ. എങ്ങനെ ഫ്രഷാ? ഫ്രഷ് നോക്കിയെടുക്കട്ടാ, നോക്കിയെടുത്ത്. എന്നിട്ടാ ക്യാപ്സിക്കല്ലത് പച്ചമുളക് ഇട്ടാ കായേരി. അവിടെ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുക. പെരുവായില്ലേ? ചെറിയ സവാള കുറെ നന്നാക്കണം. പിന്നെന്താ ഉപ്പേരിക്കൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. ചെറിയ സവാള ആകുമ്പോഴേ ഉള്ളിലോ നല്ല ഉള്ളിലെത്ര ഉണ്ടോ. ശരി, തുളസി കണ്ടോ? തുളസി ഉണങ്ങി നിൽക്കുന്നു. ഈ തുളസിക്ക് ജീവനുണ്ട്. രവ നാറി ചെടികൾ കാണാനത് സൂപ്പർ. ഓർക്കിഡ് പ്രശ്നം തോന്നല്ലേ? പച്ചമാങ്ങ പച്ചമാങ്ങ ഇതെന്നിട്ടാ? ചെറിയൊരു പടവലങ്ങ കറി വയ്ക്കാനൊക്കെ കുഴപ്പമില്ല. എപ്പോൾ വെജിറ്റബിൾസ് വാങ്ങിയാലും പ്രൈസ് അവർക്ക് അടിക്കണം കേട്ടോ. അപ്പം നമ്മളെ കൊണ്ട് അടിക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. രണ്ടാൾക്കും ഓരോന്നോരോന്നായിട്ട് കൊടുക്കന്നെ വേണം. ആ ഉള്ളി വേണം. ചിക്കൻ ബ്രസ്റ്റ് നിർബന്ധമൊന്നുമില്ല. ഞാനിങ്ങനെ വല്ല എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കുറച്ച് കൂന്തൽ കുഴപ്പമൊന്നുമില്ല. അതിന് കൊട്ട കുറച്ച് മതി. കുറച്ച് ഞണ്ട്, കുറച്ച് ഞണ്ട് 200 വെച്ചിട്ട്. മതി മതി. പിന്നെ നമ്മൾ മിക്കപ്പോഴും വാങ്ങണ ഒരു ജ്യൂസാണ് കേട്ടോ, ക്രാൻബെറിയുടെ ജ്യൂസ്. അപ്പോൾ ഇത് ഭയങ്കര നല്ലതാണ് നമുക്ക്. എന്താ പറയുക, യൂറിൻ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനും. പിന്നെ എന്താ പറയുക, ഇത് മൊത്തത്തിൽ റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങി. പിന്നെ ഒരു കൊക്കോ പൗഡറാണ്. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. മൈദയുടെ സ്നാക്കൊന്നും പൊതുവെ കൊടുക്കാറില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇത് കൊക്കോ പൗഡർ വാങ്ങി. ഞാൻ ആദ്യമൊക്കെ ഒമാനിൽ വന്നിരുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു കമ്പനിയുടെ ബ്രെഡ് വാങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഇത്രയൊക്കെ കോസ്റ്റ്ലി ആയിരുന്നില്ല. ഒരു 2 റിയാൽ അന്നും കോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് 4 റിയാലോളം, അതായത് 3,650 പൈസക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അത് കാരണം കുറേ നാളായി, ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ വില കുറഞ്ഞത് ഇതിന് ഒരു 2,990 ഞാനിപ്പോൾ എടുത്ത ഈ ഒരു സാധനത്തിന്. അപ്പോൾ അതൊരെണ്ണം എടുത്തു കിട്ടാം. അപ്പോൾ അതിൻ്റെ ബ്രെഡാണ് ഞങ്ങൾ പൊതുവെ വാങ്ങാറ്. പക്ഷെ ബ്രെഡിന് 3 റിയാലോളം വരുന്നുണ്ട്. പിന്നെ ഒരു ക്രോയ്സൻ്റ് എടുത്തുട്ടാ. ക്രോയ്സൻ്റ് ഇത് വെറുതെ ഇതിനൊക്കെ 100 പൈസ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെറുതെ ഇടയ്ക്ക് നമ്മൾ ടീ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ മൺതൻ്റെ ഷോപ്പിങ്ങിലാണ് ഞങ്ങൾ പൊതുവെ ഇങ്ങനത്തെ ഒക്കെ വാങ്ങാറ്. അർജൻറ്റായിട്ട് എന്തെങ്കിലും വാങ്ങുന്ന ടൈമിലൊന്നും ഇതൊന്നും വാങ്ങലില്ല കേട്ടോ. അവരുടെ തന്നെ പുതിയ വഫിൾസ് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് കേട്ടോ കണ്ടു തുടങ്ങിയത്. എപ്പോഴാണ് വന്നു തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ വഫിൾസ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതവിടെ വെച്ചു. ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ കഴിക്കാനൊരു ആഗ്രഹം തോന്നി. പക്ഷെ ഭയങ്കര റേറ്റ്, അതുകൊണ്ട് അവിടെ വെച്ചു.
അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പൊതുവേ ഞങ്ങൾ ഒരുപാട് ഷോപ്പ് ചെയ്യാനുണ്ടാവില്ല, കാരണം നമ്മൾ കഴിഞ്ഞത് ഞാൻ പവൽക്കാട് പറയുമ്പോൾ അവൾക്ക് അന്നന്ന് വാങ്ങിച്ചിട്ട് തരും. പിന്നെ കുറച്ചൊക്കെ ബാലൻസ് ചെയ്യുന്നതാണ് ഞങ്ങളിപ്പോൾ മൺതണ്ടിൽ അങ്ങനെ ഷോപ്പ് ചെയ്യാറുള്ളത്. പിന്നെ കുട്ടികൾക്കും ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷോപ്പിങ്ങിന് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഷോപ്പിങ്ങിന് വരേണ്ട ആവശ്യമൊന്നുമില്ല. പവൽക്കാട് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എന്തെന്നായാലും വാങ്ങിച്ചുകൊണ്ട് വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുക. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണ്, കാരണം അവർക്ക് ഇതൊക്കെ ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു മൊമെൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ. ഞങ്ങൾ പൊതുവേ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ എപ്പോഴെന്ന് അറിയാം, രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റിലാക്സ് ചെയ്തിട്ടാണ് ഇറങ്ങും. കാരണം ഇതൊക്കെ കഴിഞ്ഞ് നേരെ പോയി കിടക്കാലോ എന്നുള്ളൊരിതിൽ. പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ച് അതൊക്കെ ആകുമ്പോൾ ഒരുപാട് ടയേർഡായി പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.